പുലിക്കളി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തൃശൂർ കോർപ്പറേഷന്റെ ഫണ്ട് ലഭിച്ചില്ലെന്ന് പരാതി. ധനസഹായം ഉടൻ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് പുലിക്കളി സംഘങ്ങൾ. ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആയിട്ടും തൃശൂർ കോർപ്പറേഷന്റെ ഫണ്ട് ലഭിച്ചില്ലെന്നാണ് പുലിക്കളി സംഘങ്ങളുടെ പരാതി. ഇതുമൂലം പല പുലിക്കളി സംഘങ്ങളും കടക്കണിയിലാണ്. തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായമായ 1,50,000 രൂപയുടെ ആദ്യ ഗഡു പുലിക്കളിക്ക് മുൻപ് നൽകിയെങ്കിലും പുലിക്കളി കഴിഞ്ഞ് തരാറുള്ള രണ്ടാം ഗഡുവായ 1,63,000 രൂപ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തൃശൂർ കോർപ്പറേഷനിൽ പലതവണ കയറിയിറങ്ങിയെങ്കിലും കൗൺസിലിൽ പാസാക്കണം, സെക്രട്ടറി ഒപ്പിടണം തുടങ്ങിയ സ്ഥിരം ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒഴിയുകയാണെന്ന് പുലിക്കളി സംഘങ്ങൾ ആരോപിക്കുന്നു. തൃശൂർ പുലിക്കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രിസ്മസ് ആയിരുന്നിപ്പോൾ ക്രിസ്മസ് ദിവസമാണ്. പക്ഷേ തൃശൂർ പുലിക്കളിയുടെ തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം ആദ്യ ഗഡു 1.5 ലക്ഷം രൂപ കിട്ടി. അതിനുശേഷമുള്ള 1,63,000 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. 1 മാസം 2 മാസത്തിനുള്ളിൽ നമ്മളെ ഫോട്ടോസും അതിന്റെ രേഖകളും കൊടുത്താൽ കിട്ടാറുണ്ട്. സെപ്റ്റംബർ നവംബറോട് കൂടി ഇപ്പം ഇത്ര കാലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ വർഷമാണ്, ഇപ്പം ഡിസംബർ ആയിട്ട് പോലും ഫണ്ട് കിട്ടിയിട്ടില്ല. കൗൺസിലിൽ വെക്കണം, പിന്നെ സെക്രട്ടറി ഒപ്പിടണം, അങ്ങനെ ഓരോന്നും ഓരോ ദിവസം ചെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറയും. അത്രയും ബുദ്ധിമുട്ടിലായി. കേന്ദ്ര ടൂറിസം ഫണ്ടായ 1 ലക്ഷം രൂപയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 50,000 രൂപയുടെ ധനസഹായവും പുലിക്കളി സംഘങ്ങൾക്ക് ലഭിച്ചെങ്കിലും കോർപ്പറേഷന്റെ ഫണ്ട് ലഭ്യമാക്കാൻ നടപടിയെടുക്കുന്നില്ല. സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകാറുള്ള ഫണ്ട് കഴിഞ്ഞ തവണ 50,000 രൂപ നൽകിയതൊഴിച്ചാൽ ഈ വർഷമടക്കം മുൻ വർഷങ്ങളിലെ തുക നൽകിയിട്ടില്ല. ഇത്തവണ 7 പുലിക്കളി സംഘങ്ങളാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ ചൂടുവെച്ചത്. സാമ്പത്തിക പരാധീനതകൾ മൂലം അടുത്ത നാലോണ നാളിലെ പുലിക്കളിയിൽ നിന്ന് പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് പല പുലിക്കളി സംഘങ്ങളും. എല്ലാ പുലിക്കളി ടീമുകളും കടക്കണിയിലാണ്. പലരും കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇത് തീർത്തിട്ടുള്ളത്. പിന്നെ നാട്ടിലുള്ള പുലികളിലെയും പുലി വരച്ചവരെയും കാശ് കൊടുക്കാണ്ട് അത് ഇപ്പോഴും കൊടുത്ത് തീർത്തിട്ടില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി തുടങ്ങി. കൊടുക്കാനുള്ള ഓരോ സ്ഥലങ്ങളിൽ മുമ്പ് ചോദിച്ചു തുടങ്ങി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ 2024 ഫണ്ട് 2025 കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നത്. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് പുലിക്കളി സംഘങ്ങൾ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.